My courier? Sir. That's Thank you. Sorry, sir. ഹലോ, ഫോണിൽ പറഞ്ഞ പ്രകാരം അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസോ? അതെ, മണി. മണി കൊണ്ടുവന്നിട്ടുണ്ടോ? മാല എപ്പോൾ കിട്ടും? മാല വെള്ളിയാഴ്ച വന്നാൽ മതി. അപ്പോഴേക്കും മാല എൻ്റെ ഉണ്ടാവും. ഇതാ പണം. ബാക്കി മാല കിട്ടിയിട്ട് ഞാൻ വെള്ളിയാഴ്ച വരും. ഞാൻ പാഷയാണ്. എടോ, ഞാൻ തന്നോട് കൊല്ലേണ്ട ആളിന്റെ ഫോട്ടോ മാത്രമല്ലേ അയക്കാൻ പറഞ്ഞ്. ഇതിപ്പോ രണ്ടുപേരുണ്ടല്ലോ. അതിന് തന്നെയും കണ്ടിട്ടില്ലല്ലോ. തന്നെ കണ്ടാലല്ലേ താൻ ഏത് അളിയനേതെന്ന് അറിയാൻ പറ്റൂ. ഓക്കെ ഓക്കെ, വലതുവശത്ത് നിൽക്കുന്നത് അളിയൻ. മൈ ടാർഗറ്റ്. പിന്നെ കൊലപാതകമാണെന്ന് തോന്നുന്നു. എന്റെ ഒരു മയക്ക് വരുന്നുണ്ട്. അത് മോന്തയുടെ അടുത്തൂടെ പോയാൽ മതി, ആള് ബോധം കെടും. ബോധം കെട്ടവനെ പൊക്കിയെടുത്ത് വല്ല കുളത്തിലോ ആറ്റിലോ കൊണ്ടെറിയും. കണ്ടാൽ മുങ്ങിച്ചെത്താണെന്നേ തോന്നുന്നു. പോലീസ് വടി പിടിക്കും. അപ്പൊ കൊന്നിട്ട് കഴുത്തിലെ മാല എടുത്തോണ്ട് വന്നാ മതി. ബാക്കി കാശ് അപ്പ തരാം. ഓക്കെ ഓക്കെ. ഇവൻ ചാവേണ്ടവൻ, മറ്റവൻ കൊല്ലാൻ കാശ് തരുന്നവൻ. അല്ല, നമ്മളല്ലേ കാശിന്റെ കാര്യം? മാല ഞാൻ തന്നെ സാർ. കാശ് റെഡിയാണ്. മാലയപ്പോ കൊണ്ടുവരും. മാല ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടാ? ഉണ്ട്. എന്നാ ഇപ്പൊ തന്നെ കൊണ്ടുവന്നാ? അങ്ങനെ റോട്ടിലിട്ട് ചെരുപ്പ് വെക്കണ പോലെ വെക്കാൻ പറ്റിയ സാധനമല്ലത്. ഇതൊക്കെ പരമരഹസ്യമായിട്ട് നടക്കുള്ളൂ. പിന്നെ ഞാൻ തരുന്നതോ നിങ്ങൾ കൊണ്ടുപോകുന്നോ വേറെ ആരും അറിയാൻ പാടില്ല. അതാണ് മുതലാളി നമുക്ക് നല്ലത്. നാറ്റക്കേസാവൂല. അധികം സംസാരിച്ചേക്കുന്ന നേരമില്ല. അഡ്വാൻസ് ഒന്ന് കച്ചവടം അർപ്പിക്കേ, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. അങ്ങനെ പുറത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പൊ തരാം. പക്ഷെ 12-ാം തീയതി മുമ്പ് കാര്യം നടന്നിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാ കാശ് തരാം. ഹലോ, റൂം സർവീസ്. 323 ഒരു ചായ. Waiter, one towel please. Yes ma'am. Please sir. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും. അവിടെ ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, വയ്ക്കോട്ടെ. എങ്കിൽ ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. സാർ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓഹോ, എന്നാ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കയറ്റണം. കുറച്ച് ചുമയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് മെഴുകി പോയി. ഇറങ്ങി പോടാ.
കാഴ്ച വാങ്ങി ബോധം കിടന്നതിന് മുറി ചെല്ലണം. ഇത് വെളിമ്പ്രദേശം. അയ്യോ ഇത് മാഷേ, അയ്യോ അടിച്ച് ഫോൺ തെറ്റിരിക്കാണില്ലേ? ഒരു പാർട്ടിക്ക് പോയതാ. വെറുതെ കിട്ടുമ്പോ കോരി മോന്തിയല്ലേ? ആട്ടെ ഏതാ റൂം? എവിടെ? 3 ആ ഞാൻ പോലീസാടാ. മര്യാദക്ക് തുറക്കുന്നവനക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണോ. മര്യാദക്ക് തുറക്കടാ. തുറക്കടാ. എന്നെ ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടാ. ഞാൻ തുറക്കാൻ. ഞാൻ തുറക്കടാ പറഞ്ഞു. ഇതെപ്പോ വന്നു? പാഷ സത്യം പറയടാ. അന്തപ്പൻ എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? എന്നെ കൊല്ലാൻ ഏൽപ്പിച്ച. നിന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാനല്ല, തന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ച. ആര്? അതെന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാനെന്ന് ഇടിച്ചു കൊല്ലക്കൂടം. എന്നെ എത്ര ഇടിച്ചാലും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചേരാ. കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാ ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൻ ഏൽപ്പിച്ച ഞാനാ. ഇതിൽ എന്ത് ന്യായം? ഇപ്പൊ ഉത്തരമുട്ടിയാ. ഫോട്ടോ മാത്രമല്ല, താൻ കാശും തന്നു. ഞാൻ എപ്പോഴാണ് നിനക്ക് കാശ് തന്നെ? സമയം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു. എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ലേ, ഞാനാ. കാശ് കൊടുത്തയച്ചത് ഞാനാ. എവിടെയാ മാല? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത്, ഞാനല്ലാന്ന്. കൊല്ലാൻ? ആരെ കൊല്ലാൻ? താൻ ആരുടെയും അടുത്ത് കാശ് കൊടുത്തിട്ട് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇയാളാണോ എനിക്ക് കാശ് തന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണടയും കോപ്പും ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂഞ്ചി ഞാൻ ശരിക്കും കണ്ടില്ല. കല്യാണം നടത്താതിരിക്കാനുള്ള ഇയാളുടെ പ്ലാൻ ഇതൊക്കെ. കല്യാണം എന്തായാലും നടത്തില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശ്? എന്ത് കാശ്? എവിടെ വെച്ച് എപ്പോ തന്നു? എടാ, നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൊണ്ട് കൊടുത്തതാ. അവളോട് എന്റെ കാശ് മര്യാദക്ക് തരാൻ പറയാം. ഞാനൊന്നും തന്നാണ്ടല്ലോ. ഇയാള് വെറുതെ പറയാട്ടാ. എടോ, നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന്. ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാൾ അവളെ കാട്ടി പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടുന്നാ? എന്റെ കർത്താവേ, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ അയക്കാൻ പോയത്. മര്യാദക്ക് എന്റെ കാശ് ഇടണം. എനിക്കൊന്നും മനസ്സിലാവില്ല. അത് നിന്റെ പെണ്ണുമ്പിള്ള വിളിച്ചോണ്ട് പോടാ. എല്ലാം ഞാൻ തെളിയിച്ച് തരാടാ. പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രല്ല ഒരാളെ വിടരുത്. ഞാനിതാ വരുന്നു. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാളും ഇവിടെ ഇറങ്ങി പോകരുത്. എന്ത് സത്യം അറിയാൻ? ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിലോട്ട് തരണം. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കൂടെ വലിച്ചെഴുത്തി ചവിട്ടി തൊഴിച്ചു കൊണ്ടുപോകണം. അതിന് അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചെന്നുള്ളതിന് മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. അവന്റെ പേര് തന്റെ ഈ സ്ട്രോങ് ആയിട്ടൊരു കേസില്ലേ, വണ്ടിച്ചെക്ക് കേസ്. അത് ഇയാളാണോ? താനോട് അന്വേഷിച്ചു വന്ന KT മാത്യു ഇല്ലേ, അത് ഈ തെണ്ടിയാണ്. എന്നാ ഞാൻ അവനെ വിടുന്ന പ്രശ്നമില്ല. മോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ മച്ചമ്പിയാ. ഞങ്ങളുടെ അടുത്തൊരു ഗോഡൌണിലുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇടതോട് തിരിഞ്ഞാ മതി. ഒറ്റ വഴിയാ. ഗോഡൌണിലാ? ഞാൻ എത്തിക്കഴിഞ്ഞു. റൂം കാലിയാക്കിയിട്ട്. മാല? ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. അത് അമ്മ ചത്തപ്പ കൂടെ കുഴിച്ചിട്ട്. മര്യാദയ്ക്ക് മാല എന്നല്ലെങ്കിൽ നിന്നെയും കുഴിച്ചോടി ഞാൻ. എന്തൊരു കഷ്ടമാണ്.
എന്റെ കൊലപാതക ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരുത്തൻ പറയുന്നു അവനാണ് കാശ് തന്നെന്ന്, മറ്റൊരുത്തൻ പറഞ്ഞു ഇവനാണ് കാശ് തന്നെന്ന്. സത്യത്തിൽ ഏത് ചെക്കനാണ് ഈ കാശ് മാല ഇന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാ പിന്നെ എന്നെ കൊല്ലുന്നതിന് വരും താൻ നേരിട്ട് പോയി അയാളെ കൊന്നിട്ട് അയാളുടെ കഴുത്തിൽ നാ മാലയൊക്കെ എടുത്താ പോരെ. ചുംബയും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന അല്ല സത്യത്തിൽ നിങ്ങളൊക്കെ ആരാ? ഇടിക്കരുത് ഇടിക്കരുത്. മാലയല്ലേ വേണ്ടത്, ഞാൻ തരാം. ഇത് ഞാൻ എവിടെയാണ് കാശ്? ഇതെന്റെ അമ്മയുടെ കാശാ. നിന്റെ അമ്മയുടെ കാശാ? എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. ഇത് എനിക്ക് അവകാശപ്പെട്ടതാ, ഞാൻ തരില്ല. സെന്റിമെന്റ്സുകൾ ചവിട്ടിപ്പൊളിക്കും ഞാൻ. ഇവിടെ എവിടെ പോയി കിടക്കുക? നിൽക്കവിടെ ഓടിക്കോ. നമ്മുടെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. കർത്താവേ, അതും ആ മാത്തച്ഛന്റെ ആള് തന്നെയായിരിക്കും. വേഗം വേഗം എന്റെ കാശും കൊണ്ടാണ് ഓള് പോയത്. ഒന്ന് വിട്, കിട്ടാ പാതി നിനക്ക് തരാം. പറ്റിക്കരുതാ എന്നാ പിടിച്ചിരുന്നു. മണി മാലയുടെ കാര്യമൊക്കെ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. ഈ നിമിഷം സ്ഥലം വിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. അതെന്താ? എടാ ഞാനല്ല എന്റെ അമ്മയച്ചൻ. ഇളവന്റെ അമ്മയച്ചൻ. അയ്യോ, ഞാൻ ഇള എന്ന മാലോടൊക്കെ പറഞ്ഞ അഡ്വാൻസ് വാങ്ങിച്ചു. അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുണ്ട്, ഓടിക്കോട്ടോ. ഞാൻ എപ്പോഴും ഓടി. കേറിക്കോടിയായി. ഞാനിപ്പോ കാറി കയറുമ്പോ കണ്ടല്ലേ ഇതേ വിളിച്ച പാടി. ആ അമ്പലത്തിൽ പോണേരിക്കും. നീ ഇവിടെ ഇരിക്കണം. ഇത് അവന്മാർ തട്ടിക്കൊണ്ട് പോയത് ആരാണ്? അവസാനം വന്ന് നീങ്ങ ഒരു ലഗേജ് ഉണ്ട്. പ്രിൻസ് ഇതേ വഴി തെറ്റിന്ന് തോന്നണേ. വഴി തെറ്റിയെന്നല്ല, നീ പറയുമ്പോ വഴി പിഴച്ചു. അതൊക്കെ ഞാൻ തരാന്ന്. അത് എന്നിട്ട് ആ കോപ്പ് കുപ്പായിട്ട് സൈത്താൻ ഒന്നും പറ്റി. ഇത് ഫസ്റ്റ് ടൈം ഇവിടെ ഇങ്ങനെ പോണേ. ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. കാണണ പവറ്. മാലേ ഒറ്റ നനങ്ങി പോവരുത്, കൊന്നു കാറ്റ് കളയും ഞാൻ. മാത്തത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി ജയിച്ചു പോയിട്ടില്ല. കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. എന്റെ വൈഫിനെ കണ്ടാ പറയും ഇവിടെ ബോധം കെട്ടിയെടുക്കാന്ന്. മരിക്കാൻ നേരത്ത് നിനക്ക് കാമണല്ലേ പന്നി. ഒരാള് മാറിപ്പോയി. എന്റെ പൈസ പറ്റിച്ചിട്ട് വളരെ അയ്യോ. ഇന്നിവനെ ഞാൻ കൊല്ലും.
പരശുരാമനെ കോളേജ് നിന്റെ കാശ് ഒന്നും ആവില്ലേ?